ലങ്കാധിപതിയായ രാവണൻ മഹാശക്തനും പണ്ഡിതനും കലാവല്ലഭനുമൊക്കെ ആയിരുന്നെങ്കിലും അഹന്ത കാരണം ധാരാളം അബദ്ധങ്ങളും പറ്റിയിരുന്നു. രാവണന്റെ മാതാവായ കൈകസി ശിവഭക്തയായിരുന്നു. ഒരിക്കൽ ഇന്ദ്രൻ കൈകസി നിത്യേന പൂജിച്ചിരുന്ന ശിവലിംഗം അപഹരിച്ചു കൊണ്ടുപോയി. ദുഃഖിതയായ കൈകസി മകനെ വിവരമറിയിച്ചു. പരമശിവന്റെ മഹാഭക്തനായിരുന്ന രാവണൻ കോപിഷ്ഠനായി. എങ്കിലും അമ്മയെ ആശ്വസിപ്പിച്ചു. മാതാവേ, ദുഃഖിക്കേണ്ട, ഈ മകൻ പരിഹാരം കാണുന്നുണ്ട്, സമാധാനിക്കൂ. രാവണൻ ഉടൻ തന്നെ കൈലാസത്തിലെത്തി ശ്രീ പരമേശ്വരനെ തപസ്സു ചെയ്തു. അഗ്നിമധ്യത്തിൽ തലകീഴായി നിന്ന് 10,000 വർഷം. ഓരോ 1000 വർഷങ്ങളുടെ അവസാനത്തിലും തൻ്റെ ഓരോ തല അഗ്നികുണ്ഡത്തിൽ ഹോമിച്ചു. ഒടുവിൽ 10ാമത്തെ ശിരസും ഹോമിക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ശംഭോ മഹാദേവ, അടിയന് 3 വരങ്ങൾ അവിടുന്ന് നൽകണം. ഒന്നാമത് അമരത്വം, രണ്ടാമത്തേത് അവിടുത്തെ ആത്മലിംഗം, മൂന്നാമത്തേത് പാർവതീദേവിയെപ്പോലെ സുന്ദരിയായ സ്ത്രീ. രാവണ, നിന്റെ കൊടുന്തപസ്സിന് ആവശ്യപ്പെട്ട വരങ്ങൾ തരാതെ നിവൃത്തിയില്ല. പക്ഷേ ചില നിബന്ധനകൾ പാലിക്കണം. മഹാദേവ, എന്തു നിബന്ധനയും ഈ രാവണൻ പാലിച്ചുകൊള്ളാം. ശരി, ആദ്യത്തേത് അമരത്വം. അത് ആർക്കും നൽകാൻ പാടില്ലാത്തതാണ്. ഇനി ഒരിക്കലും നമ്മെ ഉപദ്രവിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്താൽ വരം തരാം. പക്ഷേ ഏതെങ്കിലും വിധത്തിൽ നിന്റെ വാക്കോ പ്രവൃത്തിയോ നമുക്ക് ഉപദ്രവമായാൽ ആ വരം നിനക്ക് നഷ്ടപ്പെടും. അടിയൻ വ്യവസ്ഥ അംഗീകരിക്കുന്നു ഭഗവാനെ. അടുത്തതായി ആത്മലിംഗം. അതും തരാം. പക്ഷേ ഒരു കാരണവശാലും അത് നിന്റെ വാസസ്ഥലത്തെത്തും വരെ നിലത്ത് വെക്കരുത്. വെച്ചാൽ അത് നമ്മിൽ തന്നെ തിരികെ വന്നു ചേരും. അങ്ങനെയാവട്ടെ തമ്പുരാനെ. ഇനിയുള്ളത് സുന്ദരിയായ സ്ത്രീ. പാർവതിയെപ്പോലെ സുന്ദരിയായി പാർവതി മാത്രമേ ഉള്ളൂ രാവണ. ഈ വരം നീ ഉപേക്ഷിക്കുക. മറ്റൊരു വരം ആവശ്യപ്പെടൂ. ഇല്ല ഭഗവാനെ, അടിയൻ വരം മാറ്റി ചോദിക്കില്ല. പാർവതിയെപ്പോലെ സുന്ദരി മറ്റാരും ഇല്ലെങ്കിൽ പാർവതി ദേവി തന്നെ ആയിക്കൊള്ളട്ടെ. പാർവതി ദേവിയെ അവിടുന്ന് നമുക്ക് നൽകിയാലും ഭഗവാനെ. ശ്രീ പരമേശ്വരൻ എത്രയൊക്കെ പറഞ്ഞു നോക്കിയിട്ടും രാവണനെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ നിസ്സഹായനായി പാർവതി ദേവിയെ രാവണനെ നൽകി. 3 വരങ്ങളും നേടി വിജയശ്രീ ലാളിതനായി രാവണൻ ലങ്കയിലേക്ക് നടന്നു. മാർഗമധ്യേ രാവണൻ നാരദ മഹർഷിയെ കണ്ടുമുട്ടി. നാരായണ നാരായണ. വിവരങ്ങളെല്ലാം അറിഞ്ഞ നാരദൻ പൊട്ടിച്ചിരിച്ചു. ലങ്കേശ, അങ്ങ് വിഡ്ഢിയായിരിക്കുന്നു എന്ന് പറയാൻ ഭയമുണ്ട്. പക്ഷേ എങ്ങനെ പറയാതിരിക്കും? അമരത്വം നൽകാൻ കൈലാസനാഥന് അധികാരമില്ല. ഹഹ, ഭഗവാൻ അങ്ങയെ വഞ്ചിച്ചിരിക്കുന്നു. ഇത് കേട്ട രാവണൻ കുപിതനായി. നാരദരെ, അങ്ങ് പറഞ്ഞത് സത്യമോ? ഭഗവാൻ ശിവൻ നമ്മെ വഞ്ചിച്ചുവെന്നോ? എങ്കിൽ കാണിച്ചു കൊടുക്കാം. കോപിഷ്ഠനായ രാവണൻ കൈലാസത്തെ പറിച്ചെടുത്ത് എറിഞ്ഞു. നാരദന് ചിരി വന്നു. ഹോ, നമ്മുടെ ദൗത്യം സഫലമായി. ഭഗവാൻ ശിവനെ ഉപദ്രവിക്കരുതെന്ന വ്യവസ്ഥ രാവണൻ ലംഘിച്ചിരിക്കുന്നു. ലങ്കേശന് ആദ്യത്തെ വരം നഷ്ടമായിരിക്കുന്നു. ദുഷ്ടനായ ഇയാൾക്ക് അമരത്വം ലഭിച്ചാൽ ഈ പ്രപഞ്ചത്തിന്റെ സ്ഥിതി. ഹോ. പാർവതിയെ തോളിലെടുത്ത് ശിവലിംഗം കയ്യിലും വെച്ച് രാവണൻ യാത്ര തുടർന്നു. പാർവതി ദേവി ഭഗവാൻ വിഷ്ണുവിനെ വിളിച്ചു കരഞ്ഞു. നാരായണ, ഭഗവാനെ, ഈ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. പാർവതിയുടെ കരച്ചിൽ വിഷ്ണുദേവൻ കേട്ടു. ദേവന്മാരും ഈ സമയം പരിഭ്രാന്തരായി. ദേവകളെ, വിഷമിക്കേണ്ട, നാം ഇതിനു പരിഹാരമുണ്ടാക്കാം. പാർവതിയെ രക്ഷിക്കാൻ വേണ്ടത് ചെയ്യാം. ഉടൻ തന്നെ മഹാവിഷ്ണു ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ രാവണന്റെ മാർഗത്തിലെത്തി. നമസ്കാരം ലങ്കേശ. സുന്ദരനായ അവിടുന്ന് തോൾ ചുമന്നുകൊണ്ടുപോകുന്ന ഈ വൃദ്ധ ആരാണ്? ലങ്കാധിപതി ചുമക്കണമെങ്കിൽ അവിടുന്ന് ഏതോ മഹാവനിതയാവണം. അവിടത്തേക്കും നമസ്കാരം. വൃദ്ധയോ? ഹേ ബ്രാഹ്മണ, താങ്കൾക്ക് കണ്ണ് കണ്ടുകൂടെ? സൂക്ഷിച്ചു നോക്ക്, സാക്ഷാൽ പാർവതീദേവിയാണിത്. എന്തിനു തർക്കിക്കുന്നു ലങ്കേശ? ഈ ഉള്ളവന് കാഴ്ചക്കുറവൊന്നുമില്ല, അവിടുന്ന് നോക്കണം. ബ്രാഹ്മണൻ പറഞ്ഞത് കേട്ട് നോക്കിയ രാവണൻ ഞെട്ടിപ്പോയി. എന്ത്? ഭഗവാൻ വീണ്ടും എന്നെ വഞ്ചിച്ചിരിക്കുന്നു. ഹേ കിളവി, ആരാണ് നീ? എങ്ങനെ നമ്മുടെ തോളിലെത്തി? ഹി 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 ഹി.
കോപം കൊണ്ട് ജ്വലിച്ച ദശമുഖൻ ഒരു വൃദ്ധയുടെ രൂപത്തിൽ തൻ്റെ തോളിൽ നിന്ന് പാർവതീദേവിയെ എടുത്ത് ദൂരെ എറിഞ്ഞു. ദേവി മഹാവിഷ്ണുവിനോട് നന്ദി പറഞ്ഞു. അവിടുന്ന് നമ്മെ രക്ഷിച്ചു ഭഗവാനെ, നന്ദി. 2 വരങ്ങളും നഷ്ടപ്പെട്ട രാവണൻ ശിവലിംഗവുമായി യാത്ര തുടർന്നു. യാത്രാമധ്യേ രാവണന് മൂത്രശങ്കയുണ്ടായി. രാവണൻ കുഴഞ്ഞു. ശേ, ഇനി എന്തു ചെയ്യും? ഈ ശിവലിംഗം നിലത്ത് വെക്കാനും പാടില്ലല്ലോ. പെട്ടെന്ന് ഒരു ഇടയബാലൻ ആ വഴി വന്നു. ലങ്കാധിപതിയുടെ പെരുമയൊന്നും അറിയില്ലാത്തൊരു കാലിച്ചെറുക്കൻ. ഹേ ബാല, അല്പനേരം നീ ഈ ശിവലിംഗം ഒന്ന് പിടിച്ചുകൊണ്ട് നിൽക്കണം. നിലത്ത് വെക്കരുത്, ദോഷമാ. നിനക്ക് നാം നല്ലൊരു സമ്മാനം തരുന്നുണ്ട്. ശരി, 1 നാഴികയ്ക്കകം വന്നാൽ ഞാനിത് ഏൽക്കാം. 1 നാഴിക കഴിഞ്ഞാൽ ഞാൻ താഴെ വയ്ക്കും. ആ വ്യവസ്ഥയിൽ ആ ബാലൻ ശിവലിംഗം ഏറ്റുവാങ്ങി. പക്ഷേ രാവണന് കൃത്യസമയത്ത് എത്താൻ കഴിഞ്ഞില്ല. അല്പം വൈകിപ്പോയി. വന്നപ്പോഴേക്കും, ഏയ് രാജാവേ, താങ്കൾ പറഞ്ഞ സമയം കഴിഞ്ഞു. എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ പോകുന്നു. ഹേ ചെറുക്ക, ചതിക്കല്ലേ, നാം ദേ വരുന്നു. ഓ, ചതിച്ചു. ബാലൻ ശിവലിംഗം നിലത്തു വച്ചിട്ട് സ്ഥലം വിട്ടു. രാവണൻ പരിഭ്രാന്തനായി ഓടിയെത്തിയപ്പോഴേക്കും ഒരു പശുവിൻ്റെ രൂപത്തിൽ മാറിപ്പോയ ശിവലിംഗം ഭൂമിക്കുള്ളിലേക്ക് ആഴ്ന്നിറങ്ങുകയായിരുന്നു. രാവണൻ ഓടിച്ചെന്നു. താഴ്ന്നുകൊണ്ടിരുന്ന പശുവിൻ്റെ ചെവികളിലൊന്നിന് രാവണന് പിടുത്തം കിട്ടിയത്. പക്ഷെ പശു മുകളിലേക്ക് വന്നില്ല. ഭൂമിക്ക് മുകളിൽ ചെവി മാത്രം അവശേഷിച്ചു. അതിളക്കാൻ പാടില്ലാതെ അവിടെ ഇരുന്നു. അങ്ങനെ രാവണൻ ലഭിച്ച 3 വരങ്ങളും നഷ്ടമായി. രാവണൻ 10,000 വർഷത്തെ തപസ്സിനു ശേഷം വിഷണ്ണനായി ലങ്കയിലേക്ക് നടന്നു. ആ കന്നുകാലി ചെറുക്കൻ യഥാർത്ഥത്തിൽ സാക്ഷാൽ ഗണപതിയായിരുന്നു. ഗോവിൻ്റെ കർണങ്ങൾ മാത്രം നിലനിന്ന ആ സ്ഥലം ഗോകർണം എന്ന പേരിൽ പിൽക്കാലത്ത് പുണ്യസ്ഥലമായി പ്രസിദ്ധമായി.